ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് 4 മണി പലഹാരമായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഈഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് മൈദയും 1/2 കപ്പ് കടലമാവും വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കളറൊന്നും വേണ്ട എങ്കിൽ മഞ്ഞൾപ്പൊടി നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പം ഇതൊരു നോർമൽ മധുരമാണ്. അപ്പോൾ നമുക്ക് മധുരത്തിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് സ്പൈസി ആയിട്ടാണ് വേണ്ടതെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം പെപ്പർ പൗഡർ അല്ലെങ്കിൽ ചില്ലി പൗഡറൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു മാവിൻ്റെ രൂപത്തിലാക്കിയിട്ട് എടുക്കണം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മോര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം പുളിയുള്ള ടൈപ്പാണ്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പം പുളി ഇല്ലാത്ത ടൈപ്പാണെങ്കിൽ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് തൈര് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ മോരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇപ്പോൾ ഞാൻ മോരൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ബാറ്റർ ഇത്തിരി ലൂസായിരുന്നു. അപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. അധികം തിക്കായിട്ടും പാടില്ല, എന്നാൽ നല്ല ലൂസായിട്ടും പാടില്ല. ഈ ഒരു പരുവത്തിലായിരിക്കണം. ഇത് നമുക്ക് നല്ലപോലെ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് നമുക്കിതുപോലെ കൈവച്ചിട്ട് നുള്ളിയിടാൻ പറ്റുന്നൊരു പരുവത്തിലായിരിക്കണം. ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ ബാറ്റർ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് പരന്ന് അപ്പത്തിൻ്റെ ഒരു രൂപത്തിലായി പോകും കേട്ടോ. നമ്മൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്ററി എങ്കിൽ കൈ വെച്ചിട്ടായാലും സ്പൂൺ വെച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ബോൾ ഷേപ്പിലായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് തിക്കായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ലൂസായിട്ടും തയ്യാറാക്കി എടുക്കരുത്. ഈ ഒരു കറക്റ്റ് പരുവത്തിലായിരിക്കണം. നമ്മൾ പൊക്കവാടയൊക്കെ ചെയ്യുന്ന സമയത്ത് കൈ വെച്ചിട്ട് നുള്ളിയിട്ടാണല്ലോ ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു പരുവത്തിൽ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്നാക്ക് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്കിത് പതുക്കെ എണ്ണയിൽ നിന്നും കോരി മാറ്റണം കേട്ടോ. അപ്പോൾ നമ്മൾ അധികം ഡാർക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം കേട്ടോ. പിന്നീട് അത് കുറച്ചുകൂടി ഡാർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയിട്ടെടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബാറ്ററും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത് ചെയ്തെടുക്കുന്നത് സ്പൂൺ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററി കറക്റ്റ് പരത്തിലായതുകൊണ്ട് തന്നെ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്താലും നല്ല കറക്റ്റ് ഷേപ്പായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് ലൂസായിട്ടാണെങ്കിൽ അപ്പത്തിൻ്റെ ഒരു രൂപത്തിലായിട്ട് മാറും. അതുകൊണ്ടാണ് നല്ല കറക്റ്റ് പരുവത്തിലായിട്ട് നമ്മൾ ഇന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ലൂസായിട്ടാണെങ്കിൽ നമ്മൾ ഒരു ഇത്തിരി കൂടി മൈദയോ അല്ലെങ്കിൽ കടലമാവൊക്കെ ചേർത്തിട്ടൊന്ന് തിക്കാക്കി എടുത്തതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ.
അങ്ങനെ ഇതും ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കളറൊക്കെ നല്ലപോലെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ, ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അങ്ങനെ ഈ ഒരു സ്നാക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രമായിട്ട് ഇട്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, ഉൾവശമൊക്കെ നല്ല പോലെ സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.